ഉണ്ടാകുമോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും UDF ഇപ്പോഴും 100 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. UDF 98, മറ്റുള്ളവർ 2 എന്ന കണക്ക്. അത് 100, UDF സാങ്കേതികമായി 100 എടുത്ത് മുന്നിട്ട് നിൽക്കുമ്പോൾ ഇപ്പോഴും LDF 40-ൽ താഴെ എന്നതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ തവണ വിജയിച്ചതിന്റെ പകുതിയിൽ താഴെ മാത്രമാണ് ഇത്തവണ മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നത്. ഇതാ M വിജിൻ വിജയിച്ചിരിക്കുന്നു കല്യാശ്ശേരിയിൽ നിന്നാണ്. വലിയ തിരിച്ചടികൾക്ക് ഇടയിലും M വിജിനെ പോലെയുള്ള യുവ നേതാക്കളുടെ വിജയം. പക്ഷേ അതും ഈ സൂചിപ്പിക്കുന്ന പോലെ കല്യാശ്ശേരിയിൽ നിന്നാണ് ആ വിജയം എന്നതും എടുത്തു പറയേണ്ടതാണ്. പക്ഷേ മറ്റ് ഇടങ്ങളിൽ, പ്രത്യേകിച്ച് പാർട്ടിയുടെ കോട്ടകളിൽ അടക്കം നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഇപ്പോഴും, അല്ലെങ്കിൽ നേരിയ ലീഡ് മാത്രമാണ് പല നേതാക്കൾക്കും ഉള്ളത് എന്നത് തന്നെയാണ് പാർട്ടി ഏറെ ആശങ്കപ്പെടുത്തുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം ഇപ്പോൾ 40,000 കടന്നിരിക്കുന്നു എന്നതാണ്. അതായത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നത് ഒന്ന് PK കുഞ്ഞാലിക്കുട്ടി, മറ്റൊന്ന് ചാണ്ടി ഉമ്മൻ എന്ന നിലയിലേക്കാണ്. തൊടുപുഴയിലും വലിയ ഭൂരിപക്ഷമാണ്. അപ്പു ജോണും 40,000 മറികടന്നു എന്നതാണ്. ഒരുപക്ഷെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ആ കണക്കുകളിൽ നേരിയ വ്യത്യാസമൊക്കെ ഉണ്ടാകാം. എങ്കിൽ പോലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പട്ടികയിലേക്കാണ് PK കുഞ്ഞാലിക്കുട്ടിയും അപ്പു ജോണും, അപ്പുവും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച ചാണ്ടി ഉമ്മനും ഒക്കെ വരുന്നത്. അതേസമയം ഫോട്ടോ ഫിനിഷിനായി കാത്തിരിക്കുന്ന നിരവധിയായ മണ്ഡലങ്ങളുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ച കൊട്ടാരക്കര ഒരുപക്ഷെ ഫോട്ടോ ഫിനിഷിലായിരിക്കും ഫലമറിയാൻ പോകുന്നത്. അതെ, കൊട്ടാരക്കര അവശേഷിക്കുന്ന ഒരു ബാക്കി നിൽപ്പ്, ഒരു പ്രധാനപ്പെട്ട നേതാവിനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുമോ എന്നത് കൂടി കൊട്ടാരക്കരയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കൗതുകമാണ്. വട്ടിയൂർക്കാവിലും ഫലം ഇങ്ങനെ മാറി മറിയുന്നുണ്ട്, കഴക്കൂട്ടത്ത് ഫലം മാറി മറിയുന്നുണ്ട്. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വോട്ടെണ്ണൽ അവസാന വോട്ട് വരെ എണ്ണുന്നത് വരെ എനിക്ക് തോന്നുന്നു സജിത്ത്, ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു ഇതിന് വേഗത വളരെ കുറവായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഫലം നേരത്തെ അറിയാൻ സാധിക്കില്ല. വ്യക്തതയ്ക്കും കൃത്യതയ്ക്കുമാണ് ഇത്തവണ ഊന്നൽ നൽകുന്നത്. അതുകൊണ്ട് വോട്ടെണ്ണലിന്റെ വേഗത അല്പം കുറയും എന്നതാണ്. ഇപ്പോഴത്തെ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു വിവരം. ചാണ്ടി ഉമ്മൻ, പിണറായി വിജയന്റെ ലീഡ് വീണ്ടും കുറയുന്നു. 2792 വോട്ടായി കുറയുന്നു. പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ പോസ്റ്റർ പതിക്കാനോ പ്രചരണം നടത്താനോ UDF സ്ഥാനാർത്ഥിയെ അനുവദിക്കാത്ത ഇടങ്ങളിൽ അവിടുത്തെ വോട്ട് എണ്ണുമ്പോഴാണ് ഈ നില എന്നത് കൂടി ഓർക്കണം. എന്തായാലും വീണ്ടും ലീഡ് കുറയുകയാണ്. 2792 വോട്ടായി. UDF-കാർ ചെയ്ത വോട്ടല്ല, CPM-കാർ തന്നെ UDF സ്ഥാനാർത്ഥിക്ക് ചെയ്ത വോട്ട് എന്നതാണ് അതിന്റെ കൗതുകം. അതായത് ഈ സൂചിപ്പിക്കുന്ന പോലെ അബ്ദുൾ റഷീദിന്റെ പാർട്ടി ഏജന്റിന് ബൂത്തുകളിൽ ഇരിക്കാൻ പറ്റാത്ത ബൂത്തുകൾ ഉണ്ടായെങ്കിൽ അത് പിന്നെ പറയേണ്ടതില്ലല്ലോ, അത് CPM-ന്റെ ബൂത്തുകൾ ആണ് എന്നത്. അവിടെ ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിൽ തീർച്ചയായും CPIM പ്രവർത്തകർ തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. അതിന് കൂടുതൽ ചിന്തിക്കേണ്ടതായും വരുന്നില്ല. ഇനിയിപ്പോൾ തൊടുപുഴയിലെ ഫലം അല്പസമയത്തിനകം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അവസാന റൗണ്ടാണ് ഇപ്പോൾ തൊടുപുഴയിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ 42,000 വോട്ടിന്റെ ഭൂരിപക്ഷം, അതായത് മേൽക്കൈയാണ് ഉള്ളത്. ഇപ്പോൾ ഇതാ പുതുപ്പള്ളിയിൽ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മന്റെ വിജയം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കുട്ടിയുടെ വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നു. കോങ്ങാട്, ഈ ഷൊർണൂർ പറയുമ്പോൾ കോങ്ങാട് പ്രധാനപ്പെട്ടതാണ്. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും സുരക്ഷിത മണ്ഡലം എന്ന് കരുതിയ കോങ്ങാട് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം മാറുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. UDF-നാണ് ഇപ്പോഴും ലീഡ്, എന്നാൽ ലീഡ് നില കുറയുന്നുണ്ട്. 5722. മറ്റാരുമല്ല, KA തുളസിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. CK ശ്രീകണ്ഠന്റെ പത്നി കൂടിയായ ഒരു കുടുംബത്തിലേക്ക് ഒരു MP-യും ഒരു MLA-യും ഒന്നിച്ചുണ്ടാകുമോ? ഇതൊക്കെയാണ് ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും കാത്തിരിക്കാം. നിലവിൽ കോങ്ങാട് UDF-ന് അനുകൂലമാണ് സാഹചര്യം. ലീഡ് ഇപ്പോഴും UDF സ്ഥാനാർത്ഥിയാണ് അവിടെ നിലനിർത്തുന്നതെന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വളരെ കൗതുകമാണ് കോങ്ങാടിന്റെ തെരഞ്ഞെടുപ്പ് ഫലം. കഴക്കൂട്ടവും നിയമവും ഒക്കെ അന്തിമ ഫലത്തിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും രാഷ്ട്രീയ സാഹചര്യം എന്നതാണ് ഇനി അറിയേണ്ടത്. അഭിലാഷ്, തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെ ലീഡ് 19,000 വോട്ടുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരും പ്രവചിച്ചില്ല ഇങ്ങനെ ഒരു ട്രെൻഡ്. ഒരു പക്ഷം കുറഞ്ഞേക്കാം. ഇപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല എന്ന് വേണമല്ലോ നമുക്ക് അനുമാനിക്കാൻ. അതായത് TK ഗോവിന്ദൻ ഏതാണ്ട് വിജയിച്ച് കയറുന്നു എന്നതാണ്. ഞെട്ടിക്കുന്ന തോൽവി തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. 19,000 വോട്ട് എന്നത് ഒരു പക്ഷേ ഇനിയിപ്പോൾ എത്രമേൽ ശക്തമായ ഇടങ്ങളിലെ വോട്ടെണ്ണിയാൽ പോലും മറികടക്കുക എന്നത് അത്ര എളുപ്പമാകില്ലല്ലോ സജിത്ത. ഒരിക്കലുമല്ല. 19 വലിയൊരു ഭൂരിപക്ഷമാണ് തളിപ്പറമ്പ് പോലെയുള്ള ഇടത്ത്. അതുകൊണ്ട് തളിപ്പറമ്പിൽ ഏറെക്കുറെ UDF സ്ഥാനാർത്ഥി ആയി വന്ന TK ഗോവിന്ദന്റെ വിജയം ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ആ വിജയമുണ്ടാക്കുന്ന അലയൊലികൾ തീരില്ല. വളരെ തരത്തിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് അത് മാറും. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ മാത്രം തിരിച്ചടിയാണെങ്കിൽ CPM-ൽ വലിയ നടപടികൾ ഉണ്ടായേനെ. പക്ഷേ ഇതിപ്പോൾ ധർമ്മടത്തടക്കം തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ വലിയ നടപടികളിലേക്ക് പോകുമോ എന്ന് കണ്ടറിയണം.
ലീഡ് ഉയർത്തുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ 5945 വോട്ടായി ലീഡ് ഉയർത്തുന്നു. തിരുവനന്തപുരവും നേമവും NDA ലീഡ് ചെയ്തു. യെസ്, തിരുവനന്തപുരത്ത് അപ്രതീക്ഷിതമാകുന്ന മുന്നേറ്റമാണ് ഇപ്പോൾ കരമന ജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരു പക്ഷേ മറ്റിടങ്ങളിൽ വട്ടിയൂർക്കാവിലോ കഴക്കൂട്ടത്തോ 3 മണ്ഡലങ്ങൾ NDA 3 മണ്ഡലങ്ങൾ ചാത്തന്നൂർ, നേമം, ഒപ്പം തന്നെ തിരുവനന്തപുരം. യെസ്, തിരുവനന്തപുരത്ത്, നേമത്ത്, അതോടൊപ്പം തന്നെ ചാത്തന്നൂരിൽ 3 ഇടങ്ങളിൽ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. BJP നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങളിലല്ല ഈ അവസാന റൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ ലീഡ് മാറി. CP ജോൺ വീണ്ടും ലീഡ് പിടിച്ചിരിക്കുന്നു. അപ്പോൾ 2 ഇടത്തായി NDA മാറുന്നു. നേമത്തും ചാത്തന്നൂരും. തിരുവനന്തപുരം CP ജോൺ ഷോൺ ജോർജ് എന്ത് സ്വാധീനമുണ്ടാക്കും? ഒരുപക്ഷെ ഷോൺ ജയിക്കുമെന്നൊക്കെ BJPക്ക് എന്തെങ്കിലും വലിയ പ്രചരണം നടത്തിയ ഷോൺ ജോർജ് 28,000-ൽ പരം വോട്ടുകൾ ഇതിനകം തന്നെ, അതായത് ഇനി 3 റൗണ്ട് അവശേഷിക്കുന്നുണ്ട്, ഇതിനകം തന്നെ 28,000-ൽ പരം വോട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് പാലായിൽ BJPയുടെ റെക്കോർഡ് വോട്ടുകളാണ് ഉറപ്പായും. മാത്രവുമല്ല ക്രൈസ്തവ മേഖലകളിലേക്ക് BJP കടന്നു വരാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ്. അത് മാത്രമല്ല മണിപ്പൂർ പോലെയുള്ള സംഭവങ്ങളുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളുണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു BJPയെ നേരിട്ടത്. അവിടെ ഒരു അപ്ഡേറ്റ്, വമ്പൻ ലീഡ് പുതുപ്പള്ളിയിൽ 51,713 വോട്ടുകളുടെ ലീഡാണ്. ഒരു റൗണ്ട് കൂടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചാണ്ടി ഉമ്മൻ റെക്കോർഡ് അടിക്കുമെന്ന് ഉറപ്പാണ്. കാരണം നിലവിൽ ഒരു റൗണ്ട് അവശേഷിക്കെ നിലവിൽ ചാണ്ടി ഉമ്മന്റെ ലീഡ് 51,713 വോട്ടുകളാണ്. അങ്ങനെയെങ്കിൽ ഒരു റൗണ്ട് കൂടെ അവശേഷിക്കുമ്പോൾ ഏകദേശം 55,000-നടുത്ത ലീഡ് വന്നാലും അത്ഭുതമില്ല. യെസ്, അങ്ങനെ ചാണ്ടി ഉമ്മൻ ഒരിക്കൽ കൂടി പുതുപ്പള്ളി കോട്ടയായി നിലനിർത്തുന്നു. ചാണ്ടി ഉമ്മന്റെ പിതാവ് ഉമ്മൻചാണ്ടിയുടെ തട്ടകമായിരുന്നു പുതുപ്പള്ളി. പുതുപ്പള്ളി എന്ന പേര് മലയാളികൾ ചേർത്ത് വെക്കുന്നത് തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരുമായിട്ടാണ്. അതിനുശേഷം പിൻഗാമിയായി എത്തിയ ചാണ്ടി ഉമ്മൻ അഭിമാന പോരാട്ടം തന്നെ നടത്തി വിജയിച്ചു കയറുന്നു പുതുപ്പള്ളിയിൽ നിന്ന്, അതും വലിയ ഭൂരിപക്ഷത്തിൽ. ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായി പുതുപ്പള്ളി മാറുമോ എന്നതാണ് അറിയേണ്ടത്. ഒരുപക്ഷെ അതിനൊരു വെല്ലുവിളിയായി PK കുഞ്ഞാലിക്കുട്ടി മാറുമോ എന്നതും നമുക്ക് വ്യക്തതയില്ല. അതെ, ചാണ്ടി ഉമ്മന്റെ വിജയത്തെ നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് പരാമർശിക്കാം. മറ്റൊന്നുമല്ല, വമ്പൻ പ്രചരണ സംവിധാനങ്ങളില്ലെങ്കിലും ഒരു ജനകീയനാണെങ്കിൽ വിജയിച്ച് കയറാം, തെരഞ്ഞെടുപ്പിനെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തെളിവ് കൂടിയാണ് ചാണ്ടി ഉമ്മന്റെ വിജയം. അങ്ങനെയെങ്കിൽ വരും കാലങ്ങളിൽ നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ പരീക്ഷിക്കാവുന്ന ഒരു മാതൃക കൂടിയാണ്. ചെലവ് ചുരുക്കാം, ബഹളമില്ല, വലിയ ആർപ്പുവിളികൾ ഒന്നുമില്ലാതെയും തെരഞ്ഞെടുപ്പ് പ്രചരണം സാധ്യമാണ് എന്ന. മാത്രമല്ല ഈ കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെയൊക്കെ യുവ നേതാക്കളുടേതുപോലെ അങ്ങനെ തീപ്പൊരിയായ ആക്രമണങ്ങളില്ല, രാഷ്ട്രീയ എതിരാളികളെ കുറിക്കുകൊള്ളുന്ന തരത്തിലുള്ള വിമർശനങ്ങളില്ല, ആരെയും ഏതെങ്കിലും തരത്തിലൊരു അപമാനിക്കുന്ന തരത്തിൽ. പലപ്പോഴും നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും ചാണ്ടി ഉമ്മനോട് നിരന്തരമായി, ഇപ്പോഴിതാ ഈ പരാജയപ്പെട്ട് നിൽക്കുന്ന KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് നിരവധിയായി ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും അവിടെയൊന്നും അദ്ദേഹം ഒരു വ്യക്തിപരമായ വിമർശനത്തിന് ചാണ്ടി ഉമ്മൻ തയ്യാറായിരുന്നില്ല. ചിലരെങ്കിലും ചാണ്ടി ഉമ്മന്റെ പ്രചാരണ രീതികളെ വിമർശിക്കുകയും ചെയ്യുന്നു. ഇയാൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചവരുമുണ്ട് പുതുപ്പള്ളിയിൽ എന്നതുകൂടി ഒന്ന് ചേർത്ത് വെക്കണം. എന്തായാലും കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ നിന്ന്, യൂത്ത് കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മുഖം ആണ് ചാണ്ടി ഉമ്മന്റേത്. പ്രത്യേകിച്ച് നമ്മൾ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം ചാണ്ടി ഉമ്മൻ നടത്തിയിട്ടുള്ള പ്രചാരണ രീതികളൊക്കെ കണ്ടതുമാണ്. അവിടെയാണ് ചാണ്ടി ഉമ്മന്റെ വിജയം ഒരുപക്ഷെ മാറുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു മുഖം കൂടിയായി മാറുന്നത് എന്നതാണ് ഇപ്പോൾ പറയേണ്ടത്. ഇതാ ചാണ്ടി ഉമ്മൻ വിജയിച്ചു കയറുമ്പോൾ ആ ഭൂരിപക്ഷം 50,000 കടക്കുന്നു. PC വിശ്വനാഥ് മറ്റൊരു മുഖമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. സജിത്ത്, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അഭിമാനിക്കാവുന്നത് ഒരു 2ാം നിര നേതാക്കളുടെ വലിയൊരു പട്ടിക ഇത്തവണ ഉണ്ട് എന്നതാണ്. വിജയിച്ചു കയറിയവരിൽ നിരവധിയായ യുവാക്കൾ ഇത്തവണ നിയമസഭയിലേക്ക് എത്തുന്നുണ്ട്. VT ബൽറാമിനെ പോലെയുള്ളവർ നിയമസഭയുടെ ഭാഗമാകുന്നു. ചാണ്ടി ഉമ്മൻ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. VS ജോയിയെ പോലെയുള്ളവർ മത്സരിച്ച് വിജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. PC വിശ്വനാഥും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൊക്കെ നമുക്ക് ചെറുപ്പക്കാരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു വലിയ നിര മാത്യു കുഴൽനാടനൊക്കെ ആ ഭാഗമായി തന്നെ നിൽക്കുന്ന ഒന്നാണ്. അവിടേക്ക് അഭിമർക്കയെ പോലെയുള്ള ഒരു നേതാവ് എത്തുന്നു. അപ്പോൾ യുവാക്കളുടെ ഒരു വലിയ സാന്നിധ്യം ഒരുപക്ഷെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ. അതുകൊണ്ട് അഭിലാഷ്, 2021 നിയമസഭയിൽ ഇടതുമുന്നണി വലിയ ഭൂരിപക്ഷം നേടുമ്പോഴും അവർക്ക് യുവ നേതാക്കളുടെ വലിയ നിര അവകാശപ്പെടാൻ യഥാർത്ഥത്തിലില്ല. അവിടെയും കോൺഗ്രസിനാണ് പിന്നെയും ഒരു വൈബ്രന്റ് മുഖങ്ങൾ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. നടത്തിയിരിക്കുന്നു, വിജയം ഉറപ്പിച്ചിരിക്കുന്നു. 6,969 വോട്ടുകളുടെ ലീഡുണ്ട്. ഇനി ഒരു റൗണ്ട് മാത്രമേ എണ്ണിത്തീരാൻ ബാക്കിയുള്ളൂ. അത് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് പയ്യന്നൂരിൽ. കുഞ്ഞികൃഷ്ണന്റെ ജയം അട്ടിമറി ജയമാണ്. പ്രചരണ രംഗത്ത് പോലും വ്യത്യസ്തനായിരുന്നു, ഒറ്റയ്ക്കുള്ള പ്രചരണമായിരുന്നു. അങ്ങനെയുള്ള പ്രചരണത്തിന്റെ അവസാനവും ആ വിജയം ഉറപ്പിക്കുന്ന സാഹചര്യം പാർട്ടി കോട്ടയിൽ ഉണ്ടാകുന്നു എന്നതാണ് പയ്യന്നൂരിൽ അട്ടിമറി ജയം.
പയ്യന്നൂരിൽ സംഭവിക്കുന്നതാണ്. ഒപ്പം ചാത്തന്നൂർ ശ്രദ്ധിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ചാത്തന്നൂരിൽ NDA 1486 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതുവരെ കാണാത്ത ഒരു ചിത്രം ചാത്തന്നൂരിൽ നിന്നും ഉണ്ടാകുമോ എന്നതാണ്. ഒരുപക്ഷേ ചാത്തന്നൂരിൽ ലീഡ് കുറയുന്നുണ്ട്. ബി ഗോപകുമാറിന്റെ ലീഡ് 7 വോട്ടായി കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ NDA ഒരുപക്ഷെ കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. യെസ്, ചാത്തന്നൂർ അങ്ങനെ BJP വലിയ പ്രതീക്ഷ പുലർത്തുന്നതല്ല, എങ്കിലും പ്രതീക്ഷയുടെ പട്ടികയിലുണ്ട്. ഉറപ്പിക്കുന്ന വിജയമൊന്നുമല്ല. പക്ഷേ ഇതാ പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയുടെ പടയോട്ടം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. കാരണം 7000-ലധികം വോട്ടിന്റെ മേൽക്കൈയാണ് ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ അവിടെ നേടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഫാത്തിമ തഹ്ലിയ വിജയിച്ചു കയറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ആണ് ഉണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതാ പയ്യന്നൂരിൽ അട്ടിമറി വിജയം എന്നത് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ എടുത്തു പറയേണ്ടത്. ഇടതു കോട്ടകളിൽ വിള്ളൽ വീണിരിക്കുന്നു എന്നതാണ്. പയ്യന്നൂരിൽ നിന്ന് വിമത സ്വരം ഉയർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയ ഒരാൾ വിജയിച്ചു കയറുമ്പോൾ അത് പാർട്ടിക്കേൽക്കുന്ന CPM-നേൽക്കുന്ന മുഖത്തേൽക്കുന്ന അടിയായി മാറുന്നു എന്നതാണ്. ഇടതുകോട്ടയിലെ കൊടിനാട്ടാൻ ഇവിടെ കുഞ്ഞികൃഷ്ണന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണന്റെ വിജയം ഉറപ്പിക്കുന്നു. 6969 വോട്ടിന് പയ്യന്നൂർ മുന്നിട്ട് നിൽക്കുമ്പോൾ അത് വിജയമുറപ്പിക്കുന്ന ഒന്നായി മാറുന്നു എന്നതാണ്. ഇപ്പോഴിതാ ഇടതുകോട്ടയിലെ ഏറ്റവും കനത്ത പ്രഹരം അതാണ് പയ്യന്നൂരിൽ ഉണ്ടാകുന്നത് എന്നതാണ്. ആ തീരുമാനം, അതായത് അവിടെ നിന്ന് വിമത സ്വരം ഉയർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് പാർട്ടി ഫണ്ട്, രക്തസാക്ഷി ഫണ്ടിൽ അഴിമതി നടന്നു എന്ന വിവാദം ഉയർത്തിക്കൊണ്ട് പാർട്ടിക്കെതിരെ കൊടിയുയർത്തിയ കുഞ്ഞികൃഷ്ണൻ ഇതാ വിജയിച്ചു കയറുന്നു. ആ തീരുമാനം, അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടതില്ല, കുഞ്ഞികൃഷ്ണനെ തന്നെ പിന്തുണയ്ക്കാമെന്ന UDF-ന്റെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനത്തെ കേരളം ശരിവെക്കുന്നു. പയ്യന്നൂരിലെ ജനങ്ങൾ ശരിവെക്കുന്നു. അത് വലിയ തിരിച്ചടിയായി മാറുന്നു CPIM-ന്. ഒരു പക്ഷേ ഇവിടെ മറ്റേതൊക്കെ നേതാക്കൾ വിജയിച്ചു കയറിയാലും കണ്ണൂരിലെ കോട്ടകളിൽ ഉണ്ടായിട്ടുള്ള ഈ വിജയം, കണ്ണൂരിലെ കോട്ടകൾ തകർത്തെറിയാൻ ഇപ്പോൾ UDF-ന് കൂടി സാധിക്കുന്നു എന്നത് അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയ തിരുത്തലുകളെ കുറിച്ച് കൂടിയാലോചിക്കേണ്ട വ്യക്തമായ സന്ദേശം കൂടിയാണ് നൽകുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും പയ്യന്നൂരിലെ തോൽവി ഇരുത്തി ചിന്തിപ്പിക്കും, തളിപ്പറമ്പിലെ തോൽവി ഇരുത്തി ചിന്തിപ്പിക്കും. തിരുത്തുന്നത് എങ്ങനെയെന്നത് പോലും CPM-ന് വെല്ലുവിളിയാവുന്ന സാഹചര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു നേതാവിനെതിരെ അച്ചടക്ക നടപടിയെടുത്താൽ പറ്റില്ല. വിമത പ്രവർത്തനം നടത്തിയ പല മുഖങ്ങളെയും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു തളിപ്പറമ്പിലടക്കം. പക്ഷേ സംഭവിക്കുന്നത് ഒന്നിലധികം മണ്ഡലങ്ങളിൽ തോൽവിയായും തിരിച്ചടിയുമായും, ഭൂരിപക്ഷത്തിലടക്കം തിരിച്ചടിയുമായും പ്രതിഫലിക്കുമ്പോൾ എന്ത് നടപടി? ഇനി തിരുത്തേണ്ടത് തന്നെയല്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.